ഒരിക്കൽ ഒരു സെൻ മാസ്റ്ററോട് ശിഷ്യൻ ചെന്നൊരു പരാതി പറഞ്ഞു. രാത്രിയിൽ വലിയൊരു എട്ടുകാലി എന്നെ ആക്രമിക്കുന്നു. ഉറക്കത്തിലാണോ സ്വപ്നത്തിലാണോ എനിക്കൊന്നും അറിയില്ല. എന്നെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തുന്നു. അങ്ങ് സാങ്കല്പികമായ ഒരു വാള് തന്നാൽ ഞാനതിനെ വെട്ടിക്കൊല്ലാമായിരുന്നു. അത്രമാത്രം വിശ്വാസത്തോടുകൂടി ഞാൻ പറഞ്ഞു, എനിക്കൊരു വാള് തരുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. നീ ഉദ്ദേശിക്കുന്ന എട്ടുകാലിക്ക് വാളുകൊണ്ട് അതിനെ വെട്ടാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാനൊരു ചോക്ക് തരാം, ഒറിജിനൽ. കണ്ടാലുടനെ ആ ചോക്ക് കൊണ്ടൊരു വര അങ്ങ് വരയ്ക്കുക. ആ വരയിൽ എട്ടുകാലി എന്നേക്കുമായി ഇല്ലാതാവും എന്ന്. അങ്ങനെ അദ്ദേഹം ആ ചോക്ക് കൊടുത്തു. ആ ചോക്ക് കൊണ്ട് വരച്ചാൽ ഉടൻ എന്നെ വന്ന് കാണണമെന്നും പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം വെളുപ്പിനെ അദ്ദേഹം ഇതുപോലെ തന്നെ സ്വപ്നം കണ്ടു. എട്ടുകാലി വന്നു, ചോക്ക് കൊണ്ടൊരു വര അങ്ങോട്ട് വരച്ചു. കണ്ണടച്ചൊറ്റ ഓട്ടം ഗുരുവിൻ്റെ അടുത്തേക്ക്. ഗുരുവിനോട് പറഞ്ഞു, ഞാൻ വെട്ടുകാലിയെ വെട്ടിക്കൊന്നു കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആ ചോക്കിൻ്റെ വര എവിടെ വീണിരിക്കുന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യൻ്റെ നെഞ്ചിൽ തന്നെയായിരുന്നു ആ വര. അപ്പോൾ എട്ടുകാലി എവിടെ നിന്നാണ് വരുന്നത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. നമ്മുടെ ചിന്തകൾ, അത് നല്ലതായാലും ചീത്തയായാലും, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആ ഇലൂഷനുകളെ, മായയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ഉണ്ടാവുന്നത്. അതുതന്നെയാണ് സെന്നിൻ്റെ മഹിമയും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.